ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം. മഞ്ഞുതുള്ളികൾ തഴുകിയൊഴുകും മധുരഹേമന്തം. പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം. ഇതളിത്തുണരും താളലയങ്ങൾ, ഇതളിത്തുണരും താളലയങ്ങൾ ഈറൻ പൂന്തുകില. രതിയോ രാഗനദിയോ നീ സുഖ രംഗസോപാനമോ. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം. മഞ്ഞുതുള്ളികൾ തഴുകിയൊഴുകും മധുരഹേമന്തം. പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം. ഓമലേ നിൻ മന്ദഹാസം പൂനിലാക്കുളിരാ. കുങ്കുമമണിയും ലോലകപോലം, കുങ്കുമമണിയും ലോലകപോലം സന്ധ്യാമലരിതളാ. മധു പ്രേമനിധിയോ നീ സുഖ സ്വർഗവാസന്തമോ. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം. മഞ്ഞുതുള്ളികൾ തഴുകിയൊഴുകും മധുരഹേമന്തം. പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സർ. മനോഹരമായിട്ടുണ്ട്. താങ്ക് യു സർ. വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. കുറേ കാലത്തിന് ശേഷം നമ്മൾ ഈ കൊഞ്ഞച്ചൊക്കെ പാട്ട് പാടുന്ന പാട്ടുകൾ കേട്ടിട്ട് വാക്കുകൾ അക്ഷരങ്ങൾ ഒന്നും അതിൽ നിന്ന് കിട്ടാതെ, അത് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ചാഞ്ചാടിയാട് അദ്നാൻ സ്വാമി പാടിയതാണ്. ഫീൽ തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. അതിൽ ഭയങ്കര വാക്കുകൾ വേണമെന്ന് ചില സമയത്ത് നമുക്ക് വാശി പിടിക്കാൻ തോന്നില്ല. അങ്ങനെ സിംഗർ അതിൽ ഫീൽ കൊടുക്കുമ്പോൾ തൻ്റെ പാട്ടിൽ ഫീലും ഉണ്ട്, അതിൽ ഓരോ അക്ഷരങ്ങളും പെറുക്കിയെടുക്കാം. അത് വലിയ കാര്യമാണ്. അത് വലിയ കാര്യമാണ്. രണ്ടും ലിറ്ററേച്ചറിനോടും മ്യൂസിക്കിനോടും ഒരുപോലെ നീതി പുലർത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. ജോബ്, ഇദ്ദേഹം പറഞ്ഞൊരു കോംപ്ലിമെൻറ്റിനേലും വലിയൊരു കോംപ്ലിമെൻറ്റ് എന്താണ് കിട്ടാനുള്ളത്? കാരണം ജോബിൻ്റെ പാട്ടിൽ ഇത്രയും നാൾ എല്ലാവർക്കും സംശയം ഉണ്ടായ ഒരു കാര്യം,
ഹിന്ദി പാടുന്ന ജോബ് മലയാളം പാടിയാൽ എങ്ങനെ ഉണ്ടാവും, അക്ഷരങ്ങൾ എങ്ങനെ ക്ലാരിറ്റി ഉണ്ടാവും? ജോബിൻ്റെ പാട്ട് മുമ്പേ കേട്ടിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ജോബിൻ്റെ മലയാളം വളരെ ഇഷ്ടപ്പെട്ടു, പെർഫെക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് ടു ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ജോബ് ഹിന്ദി പാട്ടും ഒരു പ്രത്യേക സ്റ്റൈലിൽ പാടുന്ന ഒരു സിംഗറാണ്. അപ്പം ജോബിനെ പറ്റി പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട്, ഇയാൾ മലയാളം പാടിയാൽ എങ്ങനെയിരിക്കും? ഒരിക്കൽ കണ്ണീർ പൂവിൻ്റെ പാടിയിരുന്നു, മനോഹരമായി പാടി. അതിനുശേഷം ഇപ്പം മലയാളത്തിലേക്ക് ഇങ്ങനെ ഓരോരോ റേഞ്ച് ഇങ്ങനെ ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാട്ട് പാടി ഇറ്റ്സ് ഗുഡ്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, ഓഫ് കോഴ്സ് ഷോമാൻ്റെ കാര്യത്തിൽ ദർ ഇസ് നോ ഡൗട്ട്, ജോബ് ഫ്രം പ്രിലിംസ് യു ഹാവ് ബീൻ പ്രൂവിങ് ജോബ് ഇസ് എ വെരി ഗുഡ് പെർഫോമർ. പക്ഷേ ഇങ്ങനെ ആസ് യു പ്രോഗ്രസ് പാട്ടിൻ്റെ കൾച്ചർ മാറുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ളൊരു പെർഫോമൻസ് ആൻഡ് ഗെറ്റിംഗ് പീപ്പിൾ ടു ഇൻട്രാക്ട്, ദാറ്റ്സ് ഹൈലി അപ്രീഷിയേറ്റഡ്. ഈ ഒരു പാട്ട് കുറച്ചൊരു പഴയ പാട്ടാണ്. ആ പഴയ പാട്ട് പാടിയിട്ട് വരെ യു ഹവ് ഗോട്ട് പീപ്പിൾ ക്ലാപ്പിംഗ് ടു യു ത്രൂ ഔട്ട് ദ സോങ്. ദാറ്റ്സ് വെരി ഗുഡ്. പാട്ടിൽ സംഗതികളൊക്കെ വളരെ വളരെ ഇമ്പ്രസീവായിട്ട് പാടിയെങ്കിൽ പോലും സെക്കൻഡ് ചരണത്തിൽ എനിക്ക് വെരി ഫസ്റ്റ് നോട്ട്, തുടങ്ങിയ നോട്ട്, ആ നോട്ട് കുറച്ച് ഫ്ലാറ്റായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അതായത് എനിക്ക് അറിയില്ല ഇനി സ്വന്തം വോയിസ് കേൾക്കാത്തതുകൊണ്ടാണോ, പക്ഷേ യു ഷുഡ് ഹാവ് എ കൺട്രോൾ. എത്ര മോണിറ്റർ കേൾക്കാത്തൊരു സിറ്റുവേഷൻ വന്നാലും നമ്മളുടെ അകത്ത് നിന്നും ഒരു നോട്ട് ഷുഡ് ബി ബാങ് ഓൺ. പിന്നെ സെക്കൻഡ് ചരണത്തിൽ ലിറിക്സ് കുറച്ചൊരു മെസ്സപ്പ് സംഭവിച്ചിരുന്നോ? എന്തെങ്കിലും പ്രശ്നം പറ്റിയിരുന്നോ? ഒരു കൺഫ്യൂഷൻ ഫസ്റ്റ് ആൻസറുടെ ഇത് കയറുമോ? യെസ്, ആ കൺഫ്യൂഷൻ ജഡ്ജായി എനിക്കും തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇൻസ്പൈറ്റ് ഓഫ് വിച്ച് അതിനെ മാനേജ് ചെയ്തു. പക്ഷേ ആ കൺഫ്യൂഷൻ കഴിയുന്നതും ആൾക്കാർ അറിയാത്ത രീതിയിൽ നമ്മളുടെ ഉള്ളിൽ ഒതുക്കി വെക്കണം. അതർവൈസ് ഐ തിങ്ക് യു ആർ ഗെറ്റിംഗ് ബെറ്റർ ഡേ ബൈ ഡേ. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ജോയിച്ചായോ, എന്താണ് ഭയങ്കര ചേഞ്ച് ആണല്ലോ ഇത്. വെരി ഗുഡ്. എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ്. കാരണം മലയാളം പാട്ടുകളുടെ നേരത്തെ ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ജോബിൻ്റെ കാര്യത്തിൽ. നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കണ്ണീർ പൂവിൻ്റെ പാടി അന്ന് പ്രൂവ് ചെയ്താണ്. പിന്നെയും നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇത്രയും പഴയൊരു പാട്ട് വളരെ മനോഹരമായിട്ട് പാടിയപ്പോൾ യു ഹാവ് പ്രൂവ്ഡ് ഇറ്റ് അഗെയിൻ. വെരി ഗുഡ്. പിന്നെ ഫസ്റ്റ് പല്ലവിയൊക്കെ പാടുമ്പോൾ ഭയങ്കര ക്യൂട്ടായിരുന്നു പാടിയത്. നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര പ്ലസൻ്റ് ആയിരുന്നു. അനുപല്ലവിയിലും ചരണത്തിലൊക്കെ സംഗതികൾ പെർഫെക്റ്റ് ആയിട്ട് വന്നു. നല്ല രസമായിട്ട് തന്നെ പാടി. എല്ലാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ. ജോബിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനത്തെ സംഗതിയൊന്നും പ്രതീക്ഷിക്കണില്ല. ശരി, ഇല്ല, അതൊക്കെ നന്നായിരുന്നു, വളരെ നന്നായിട്ട് വന്നു. പിന്നെ ഒരു സജഷൻ എന്ന് വെച്ചാൽ എനിക്ക് അൽഫോൺസ് ചേട്ടനും കൂടെ നോക്കി നന്നായിരിക്കും തോന്നുന്നു. എനിക്ക് ജോബ് പാടുന്ന സമയത്ത് ചില സംഗതികൾക്ക് കുറച്ച് ബലം കൂടുതൽ കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. അന്ന് ജാസി ചേട്ടനും വന്നപ്പോൾ പറഞ്ഞൊരു അഭിപ്രായമാണ്. എനിക്കത് ഇന്നും തോന്നി, ചില സ്ഥലത്തൊക്കെ തോന്നി. അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഓക്കെ. അതർവൈസ് ഈ പാട്ടും ജോബിൻ്റെ തന്നെ ഒരു വേർഷനായിരുന്നു, ജോബിൻ്റെ സിഗ്നേച്ചറുള്ള പാട്ടായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഈ പാട്ട് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ചിലരെങ്കിലും പാടിയിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു പെർഫോമൻസോട് കൂടെ ഈ പാട്ട് കേൾക്കുന്നത് എനിക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ദീപക് പറഞ്ഞൊരു കാര്യം ഞാൻ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയാണ്. ചില ഭാഗങ്ങളിൽ പിച്ചിൻ്റെ, അതായത് എനിക്ക് തോന്നുന്നു ആ സർഗവാസന എന്ന് പറയുന്ന ഒരു ചരണത്തിലെ ഒരു ലൈനാണെന്നുള്ളത്. ഒരു ഇടയ്ക്ക് ഒരു സ്വർഗവാസ ആ ഒരു പോർഷനിലാണ് ആ ലിറിക്സിൻ്റെ ഒരു ചെറിയ പ്രശ്നം വന്നത്. അതുകൊണ്ടായിരിക്കാം നെക്സ്റ്റ് ലൈൻ തുടങ്ങിയപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പിച്ച് പ്രോബ്ലം വന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ജോബ് ശ്രദ്ധിക്കേണ്ടത് ലിറിക്സിൻ്റെ ഒരു പോർഷൻ, അതൊന്ന് ഹൃദയസ്ഥമാക്കാനായിട്ടുള്ളൊരു കാര്യമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അതിൻ്റെ ഒരു കോൺഫിഡൻസ് കുറവാണ് പല മേഖലകളെയും ബാധിക്കുന്നത്. എനിവേ, എന്താണെങ്കിലും നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ തിങ്സ് ഒക്കെ പാടുമ്പോൾ പല രീതിയിൽ നമുക്കത് പാടാമല്ലോ. ഇപ്പം നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. ഹാർഡായിട്ട് പാടാം. ഇപ്പോൾ ഈ പാടിയ ഈ സ്റ്റൈല് നമ്മൾ ആദ്യം കേട്ട ഹിന്ദി ഇത് പാടുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു ശൈലിയുടെ ഒരു ചെറിയൊരു സ്റ്റൈലുണ്ട് ഇത്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എങ്കിലും ചില മലയാളം പാട്ടുകളിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി സിമ്പിളാകാം, അല്ലെങ്കിൽ ഒരു ലൈറ്റർ വേർഷനായിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത്. പ്രാക്ടീസ് കൊണ്ട് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും ജോബിൻ്റെ ഇന്നത്തെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സ്റ്റീഫനെ പോലത്തെ ഒരു പെർഫോമർ കൂടെ ഉണ്ടാകുമ്പം തനിയെ ചാർജ്ഡ് അപ്പ് ആവും ജോർജ്. കാരണം ജോബ് സ്റ്റീഫനും എൻജോയ് ചെയ്യുന്നതാണ് വായിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. യെസ്, അപ്പോൾ അത്രയും ഒരു ചാർജ് ഇങ്ങനെ സൈഡിൽ നിന്ന് എല്ലാ കണ്ടസ്റ്റൻറ്റിനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റീഫൻ. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്.